Hello, good morning. Welcome to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ആണ് BECX 184 ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റ് ഒരു തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലംസിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, ഡാറ്റ അനാലിസിസ് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, സിമ്പിൾ ആണ് എന്നുള്ള തോന്നണം. പക്ഷെ കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇതിൽ മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിലും എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, മനസ്സിലാക്കിയാൽ സിമ്പിൾ. നമുക്ക് ലോജിക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ എന്താണ് ഒരു മാത്സിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു പേടിയൊന്നും ആർക്കും വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന മാത്സും അതേപോലെ തന്നെ സ്റ്റാറ്റിയും റിസർച്ച് പേപ്പറൊക്കെ തന്നെ ഉള്ളൂ ഇതിലുള്ളത്. ഓക്കെ, അപ്പോ ബേസിക്കലി ഡാറ്റ അനാലിസിസിൽ വരുന്നത് 4 ബ്ലോക്സ് ആണ് വരുന്നത്. അതിൽ ടോട്ടൽ ആയിട്ട് യൂണിറ്റ് 11 വരെ വരുന്നത്, 11 യൂണിറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാറ്റ അനാലിസിസ് എന്താന്നുള്ളത് അറിയണം അല്ലെ. എന്തുകൊണ്ടാണ് ഇതിൽ സ്റ്റാറ്റിയും മാത്സും അതേപോലെ റിസർച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഡാറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഡാറ്റ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ ആ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ അനാലിസിസ് എന്താണ്, ഒരു പ്രോസസ്, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. ഡാറ്റനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എങ്ങനെയാവാം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യാം, ലോജിക്കൽ ടൂൾസ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻസും ഗ്രാഫ്സും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കളക്ട് ചെയ്ത ആ ഒരു റോ ഡാറ്റനെ ഒരു മീനിങ് ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ആ ഒരു ടോട്ടാലിറ്റി ആ ഒരു പ്രോസസ് നമ്മൾ പറയുന്നതാണ് ഡാറ്റ അനാലിസിസ് എന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഇതിൽ മാത്സ് വരുന്നത്, കമ്പ്യൂട്ടർ വരുന്നത്, അതേപോലെ സ്റ്റാറ്റി, എക്കണോമിക്സ്, റിസർച്ച് ഒക്കെ വരുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ ലോജിക്കൽ ടൂൾസ് എന്ന് പറയുമ്പോൾ മാത്സ് വരും. പിന്നെ എക്കണോമിക്കലി ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ്, സ്റ്റാറ്റി ഒക്കെ എക്കണോമിക്സിന്റെ ഇതിൽ വരുന്നതല്ലേ, അപ്പൊ അതിൽ ചെയ്യണം. പിന്നെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ, നമ്മൾ ഗ്രാഫ്സും ടാബിൾസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിന്റെ കുറച്ച് പാർട്ട് ഉണ്ട്. അങ്ങനെ ഒരു ഓവറോൾ കുറച്ച് കൂടുതൽ ബ്രാഞ്ച് ഓഫ് നോളേജ് അടങ്ങിയതാണ് ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്ന സബ്ജക്റ്റ്. അപ്പൊ ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നന്നായിട്ട് ഡീൽ ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യത്തെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 4 ബ്ലോക്സ് ആണ് ഉള്ളത്. 3 അല്ലെങ്കിൽ 4 എന്നുള്ള ഒരു ഇതിലാണ് ഓരോ യൂണിറ്റ്സും വരുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് റിവ്യൂ ഓഫ് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്. ഇവിടെ എന്താണ്, മാത്തമാറ്റിക്സിനും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെയാണ് ഇവിടെ. ഇതിലും കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. അപ്പം മാത്തമാറ്റിക്കൽസിന് അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലിനും കൺസെപ്റ്റിനെയാണ് നമ്മൾ 3 യൂണിറ്റ്സ് ആക്കിയിട്ടാണ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നതാണ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് എന്നുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ്. മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സിൽ വരുന്നത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റൽ ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ സെറ്റ് തിയറി, അതിന്റെ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ലോജിക്കൽ ആൻഡ് പ്രൂഫ് ടെക്നിക്സ് ഒക്കെയാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന്റെ മുന്നേ നമുക്ക് ഇതിൽ ഒരു എക്കണോമിക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ. അപ്പൊ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഡാറ്റ അനാലിസിസ് ആണെങ്കിലും എവിടെയാണെങ്കിലും എക്കണോമിക്സ് തന്നെയാണ് അല്ലെ. അതായത് മാത്സും എവിടെ പോയാലും നമ്മൾ പഠിച്ച അതേ മാത്സ് തന്നെയാണ് ഏത് ബ്രാഞ്ചിൽ നമ്മൾ പോയാലും ഉണ്ടാവും. പക്ഷെ അവിടെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ എക്കണോമിക്സ് ഡാറ്റ അനാലിസിസിൽ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്കണോമിക്സ് എന്താന്നുള്ളത് നോക്കാം. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ബ്രാഞ്ച് ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് ദ പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് വെൽത്ത്. എന്താണ്, എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിലും മാത്സ് ആണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടേംസും കാര്യങ്ങളും തന്നെയാണ് അല്ലേ ഈ എക്കണോമിക്സ്. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ പറയും ഒരു ഫെസ്റ്റിവൽ സീസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ ഷോപ്പിംഗ് ഒക്കെ പെട്ടെന്ന് നടത്തി വെക്കാണ് ബെറ്റർ. ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു ഫെസ്റ്റിവൽ സീസൺ വരുമ്പോഴത്തേന് സാധനങ്ങളുടെ പ്രൈസ് ഒക്കെ കൂടുക. അതൊക്കെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എക്കണോമിക്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ മാത്സിന്റെ കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും
എനിക്ക് ഇത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ട്, അവൾക്ക് ഇത്ര പെർസെന്റേജ് മാർക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പാരിസൺ ഒക്കെ നടത്തുന്നത് മാത്തമാറ്റിക്സ് യൂസ് ചെയ്താണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇപ്പൊ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? പ്രൊഡക്ഷനും കൺസപ്ഷനും പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് നോളജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക്സിൽ മെയിൻ ആയിട്ട് വരുന്ന 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിനാണ് അവർ എന്ത് ചെയ്യുന്നത്? ആൻസേഴ്സ് നൽകുന്നത്. അതിൽ ഫസ്റ്റ് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നില്ല. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ, നിങ്ങൾ എന്താ പറയാ? എന്തെങ്കിലും ഒരു പേര് നമ്മൾ പറയാം. നമ്മൾ എന്താണ്, നമ്മളെ മാർക്കറ്റിൽ എന്താണ് ഇപ്പൊ ഡിമാൻഡിൽ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അവരിപ്പോ എന്തിനോടാണ് ഡിമാൻഡ് ചെയ്യുന്നത്, എന്തിനാണ് ഏറ്റവും കൂടുതൽ സപ്ലൈസ് നമുക്ക് കിട്ടുന്നത്, അതിന്റെ അവൈലബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു ആൻസറിലേക്ക് എത്തുന്നില്ലേ. അത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് നോക്കുന്നത്. രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത്. ആകോസെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ പ്രൊഡക്ഷന്റെ ടൈമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ നോക്കും? മാനുഫാക്ചറിംഗിലെ, അതായത് നമ്മളിപ്പോ കൂടുതലായിട്ട് മാൻ ആണ്, അതായത് ഹ്യൂമൻ ബീയിങ്ങിനെ യൂസ് ചെയ്തുകൊണ്ടാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതല്ല കുറച്ച് ടെക്നോളജീസും മെഷീനറീസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വേണം എന്നുള്ളതൊക്കെ. അങ്ങനെയാണ് നമ്മൾ എന്ത് സോൾവ് ചെയ്യുന്നത്? ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഫോർ ഹൂം ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. എന്താണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എന്താണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഒക്കെ പറയാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ലക്ഷറി ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇപ്പോ ചില എല്ലാ കാര്യം, ഇപ്പൊ ഫോൺ ആണെങ്കിലും വാച്ച് ആണെങ്കിലും ഡ്രസ്സിന്റെ ഒക്കെ കാര്യത്തിൽ കുറച്ച് ലക്ഷറി ആയിട്ടില്ല, കുറച്ച് അതിന് കുറച്ച് കോസ്റ്റ് ഭയങ്കര എക്സ്പെൻസീവ്, കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. നോർമലി ഇല്ലതിനേക്കാളും ബെറ്റർ ഒന്ന് കോസ്റ്റ് ഹൈ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്താണ്, ആരെയാണ് ആ ലക്ഷറി ഐറ്റംസ് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അവിടെ ഹൈ ഇൻകം ഗ്രൂപ്പിനെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് ടൈപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോ ഇൻകത്തിന്റെ മാത്രം ബേസിസിലല്ല അല്ലെ, നമ്മളിപ്പോ ജെൻഡർ ബേസിസ്, അതായത് മെന്നിനാണോ വിമനാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതാണ് എക്കണോമിക്സിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻസ്. ഇതിന് ഒരു പ്രോബ്ലം, ഈ 3 പ്രോബ്ലത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് എക്കണോമിക്സിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് വരുന്നതാണ് മാത്തമാറ്റിക്സ് എന്നുള്ളത്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇതേപോലെ എന്താണ്, ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ്. അതെന്താണ്? ദാറ്റ് ഡിസ്കവേഴ്സ് ആൻഡ് ഓർഗനൈസേഴ്സ് മെത്തേഡ്സ്, തിയറീസ് ആൻഡ് തിയറംസ് ദാറ്റ് ആർ ഡെവലപ്ഡ് ആൻഡ് proved for the need of empirical sciences and mathematics itself. ഇപ്പൊ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് അതിൽ എന്തെങ്കിലും ഡിസ്കവർ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഉള്ളതിനെ നമുക്ക് ഒരു ഓർഗനൈസ്ഡ് മെത്തേഡ്സും തിയറീസും തിയറംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനോ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്സിനെയാണ് നമ്മൾ. അതായത് ഒന്നും കൂടി അഡ്വാൻസ്ഡ് ഫോമാറ്റ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമുക്ക് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരണം, അതിനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ മാത്തമാറ്റിക്സ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് തിയറീസ് ഉണ്ട്, അൽജിബ്ര ഉണ്ട്, ജിയോമെട്രിക് ഉണ്ട്, പിന്നെ അതുപോലെ അനാലിസിസ്, സെറ്റ് തിയറി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ട്, മാത്തമാറ്റിക്സിൽ വരുന്നുണ്ട്. അപ്പോ ഇനി നമ്മൾ എന്താ നോക്കുന്നത്? മാത്തമാറ്റിക്സും എക്കണോമിക്സും എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം, അതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോ അതിന്റെ റിലേഷൻഷിപ്പ് നോക്കാന്ന് പറയുമ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു വേറൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അല്ലെ. മാക്സിമം ആയിട്ട് കുറച്ച് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ആ ഒരു 2 കാര്യങ്ങൾ നമുക്ക് അതിന്റെ റിലേഷൻഷിപ്പ് നോക്കാന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇപ്പോ എക്കണോമിക്സിൽ നമ്മളൊരു പ്രോബ്ലം നമുക്ക് പ്രോപ്പർ ആയിട്ട്, നമുക്കൊരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ കുറിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അവിടെ എന്താണ് ചൂസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതിന് ഒന്നും കൂടി ഒരു സ്റ്റാൻഡേർഡ്, അതായത് കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഏതൊരു ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ്, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നേരെ ആ ഒരു ബ്രാഞ്ച് ഓഫ് നോളജിൽ നിന്ന് നമ്മൾ നേരെ എന്തിലേക്കാണ് മാറുന്നത്? മാത്സിലോട്ടാണ് മാറുന്നത്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തും കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് എന്തില്? റിലേഷൻഷിപ്പ് ഓഫ് എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ
പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഈ എന്താണ് മാത്സ് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ പറയുന്നത് മാട്രിക്സ് അൽജിബ്ര യൂസ് ചെയ്യാം, ഇക്വേഷൻസ്, പ്രോഗ്രാമിംഗ്, അതേപോലെ തന്നെ ഒത്തിരി കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് നമുക്കുണ്ട്. അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക്സിന്റെ ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എക്കണോമിക്സ് അല്ല ഏതൊരു കാര്യത്തിന്റെയും പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇനി ആ റിലേഷൻഷിപ്പ് ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 സ്റ്റെപ്പ് പ്രോസസ് ഉണ്ട്. ഒരു എക്കണോമിക്സിന്റെ ഒരു പ്രോബ്ലത്തെ നമുക്ക് മാത്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫൈൻ ദ പ്രോബ്ലം ഫ്രം ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്. എന്താണ്, എക്കണോമിക്സിൽ എന്താണോ നമ്മളെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അതിനെ അവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം. പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ലേറ്റ് ദ എബവ് ഡെഫിനിഷൻ ഓഫ് മാത്തമെറ്റിക്കൽ കൺസെപ്റ്റ്സ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടെത്തിയ നമ്മൾ ആ പ്രോബ്ലം, നമ്മൾ ഡിഫൈൻ ചെയ്ത ആ പ്രോബ്ലം ഉണ്ടല്ലോ, അതിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം, ഒരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറ്റണം. അതിന് പറയുന്നതാണ് ആ ഒരു ട്രാൻസ്ലേറ്റിംഗ്, ആ ഒരു കാര്യത്തിന് നമ്മൾ കൺവേർഷന് നമ്മൾ പറയുന്ന പേരാണ് മാത്തമെറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താണ്, മാത്തമെറ്റിക്കൽ മോഡലിംഗ് നമ്മൾ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പിന്നെ കംപ്ലീറ്റ് മാത്സ് ആയിട്ടോ. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് മുതൽ എന്തായി, ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ട് ആ ഒരു പ്രോബ്ലത്തിനോട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ടെക്നിക്ക് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, നമ്മൾ ഉടനെ യൂസ് ചെയ്താൽ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നമ്പർ ആയിട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ആയിട്ട് നമുക്കൊരു ആൻസർ കിട്ടും, ടേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാഫ്, ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കൺക്ലൂഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്, യൂസ് മാത്തമെറ്റിക്കൽ ടെക്നിക്സ് എന്നുള്ളത്. നാലാമത്തേൽ പറയുന്നത് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫൈനൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ, മാത്സിന്റെ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, നമ്പേഴ്സ് ആണല്ലേ കിട്ടുന്നത്, അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ഗ്രാഫോ ടേബിളോ എന്തോ ആവാം. ആ കിട്ടിയ ആ ഒരു ആൻസറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് എക്കണോമിക്സിന്റെ കൺസെപ്റ്റിലേക്ക് തന്നെ എന്ത് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് മാത്തമെറ്റിക്കൽ മോഡലിംഗ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു അല്ലെ, അതിന് നേരെ തിരിച്ച് അതിനെ ആ മാത്തമെറ്റിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത്, വെരിഫൈ വെദർ ഔട്ട്കം ഇസ് ജസ്റ്റിഫൈഡ് ആൻഡ് അക്സെപ്റ്റബിൾ. എന്താണ്, നമുക്ക് കിട്ടിയ ആ ഒരു ഔട്ട്കം നമ്മളെ പ്രോബ്ലവുമായിട്ട് മാച്ച് ചെയ്ത് പോകണ്ടോ, നമുക്ക് എന്താണ് ഒന്ന് വെരിഫൈ ചെയ്യുക, കറക്റ്റ് തന്നെ അല്ലേ, ജസ്റ്റിഫൈഡ് അല്ല. ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളിന്റെ ഒരു മിസ്റ്റേക്ക് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റിഫൈഡ് അല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് റിജക്ട് ചെയ്തിട്ട് വേറെ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യണം, വേറെ ടൂൾ നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് ഈ ടെക്നിക്സ് അല്ലെങ്കിൽ ടൂൾസ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, എന്താണോ നമ്മളെ പ്രോബ്ലം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലോജിക്ക് നമുക്ക് വേണം. ഇവിടെ ഏത് ടൈപ്പ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ഒരു തേർഡ് ബ്ലോക്കിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്താണ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മാത്സും എക്കണോമിക്സും പാടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്തമാറ്റിക്സിന്റെ യൂസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാല്, മാത്തമാറ്റിക്കൽ മോഡൽസ് ഒരുപാട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് നമ്മൾ ടെക്നിക്സ് എന്ന് പറയുന്നില്ലേ, ഇപ്പൊ എന്താണ് അൽജിബ്ര ഉണ്ട്, പിന്നെന്താണ് സെറ്റ് തിയറി, അങ്ങനെ ഒത്തിരി ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എന്താണ് ഫൈനൽ ഔട്ട്കം അല്ലെങ്കിൽ അതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇത് യൂണിവേഴ്സലി എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അപ്ലിക്കബിൾ ആണ്, അക്സെപ്റ്റബിൾ ആണ്. അതായത് നമ്മൾ പറയാണ് മാത്തമെറ്റിക്കൽ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊജക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്താണ്, അതിന്റെ ടൂൾസ് ആണെങ്കിലും അതിന്റെ ടെക്നിക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താണ് അത്രത്തോളം അതിലെന്താണ് മാത്സും അല്ലെങ്കിൽ എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ എന്ന് പറയുന്നത്. ഇനിയും എന്താണ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ്, മാത്തമാറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി എക്കണോമിക്സ് നമുക്ക് ഇനി മാറ്റി നിർത്താം. ഇനി നമുക്ക് മാത്സിന്റെ മാത്രം കൺസെപ്റ്റിലോട്ട് പോവാം. അപ്പൊ മാത്സിൽ വരുമ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സെറ്റ് തിയറി എന്നുള്ളതാണ്. എക്കണോമിക്സ് ഇതോടെ കഴിഞ്ഞു, ഇനി പിന്നീടുള്ളൂ കേട്ടോ ഈ ബ്ലോക്ക് കഴിഞ്ഞതിന് ശേഷമുള്ളൂ വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമെറ്റിക്കലിന്റെയാണ് പറയുന്നത്.
അപ്പൊ മാത്സിൽ വരുന്ന ഒരു എന്താണ് ടെക്നിക്കാണ് തിയറി, ഒരു എന്താണ് ടൂളാണ് സെറ്റ് തിയറി എന്ന് പറയുന്നത്. സെറ്റ് തിയറിയിലേക്ക് പോകുന്ന മുന്നേ സെറ്റ് എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു സെറ്റാണ്, അത് വേറൊരു സെറ്റാണ് എന്ന് പറയില്ലേ? അതെന്താണ്? എന്തോ ഒരു സിമിലാരിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റിയ ഒരു കാര്യത്തെ നമ്മൾ എന്താണ് ഒന്നിച്ച് കൂട്ടാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഞാനും എന്റെ ഒരു 5 ഫ്രണ്ട്സ്, ഞങ്ങൾ ഈ 5 പേരും ഞങ്ങൾ ഈ 6 പേരും ഒരു സെറ്റാണ് എന്ന് പറയുകയാണ്. അപ്പൊ അതെന്താണ്? അവിടെ അങ്ങനെ എന്തോ ഒരു കാര്യം അവർക്ക് കോമൺ ആയിട്ട് ഉണ്ട്. ആ സെറ്റിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല, അവരോട് മാച്ച് ചെയ്യാത്ത ഒരു കാര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അതിൽ വരില്ല അല്ലെ? ഇപ്പൊ നമ്മളൊരു റെഡ് ബോളിന്റെ ഒരു സെറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൽ ഗ്രീനോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള കളേഴ്സോ വരുമോ? ഇല്ല. അപ്പൊ സെറ്റ് എന്നുകൊണ്ട് നമ്മൾ എന്താണ് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കളക്ഷനെയാണ് അല്ലെ ഉദ്ദേശിക്കുന്നത്. അതന്നെയാണ് എന്തിലും വരുന്നത്, ഈ മാത്സിന്റെ സെറ്റ് തിയറിയിലും വരുന്നത്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെറ്റിന് പിന്നെ എന്താണെന്ന് പറയുക, ഒരു വൈഡ് അപ്ലിക്കേഷൻ തന്നെ സെറ്റിനുണ്ട്. അതായത് റിലേഷനും അതേപോലെ ഫങ്ഷൻസും ഒക്കെ നമ്മൾ എന്തിനും ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഈ സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം, ഒരു കളക്ഷൻ ആണ് എന്നല്ലേ പറയാം. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഒരു പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയാണ്. നമ്മൾ ഒരുപാട് കാർഡ്സിന്റെ എന്താണ് ഒരു പാക്കിനെ നമുക്കൊരു സെറ്റ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് എന്താണോ ഒരു ബേസിക് ആയിട്ട് അവിടെ എങ്ങനെ ഒരു സിമിലാരിറ്റി, അതായത് ഒരു ഗ്രൂപ്പ് ആക്കി ഒരു കളക്ഷൻ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം അതിലുണ്ടായിരിക്കും. അതിന്റെ ബേസിസിൽ നമ്മൾ എന്തെങ്കിലും ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ഒരു സെറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ സെറ്റ് തിയറിയിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. എന്താണ്? സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട് എന്ന് പറയാം. ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ മാത്സിന്റെ ബേസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാച്ചുറൽ നമ്പേഴ്സ് അതെന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനിയിപ്പോ ആൽഫബറ്റ് അതൊരു ഒബ്ജക്റ്റ് ആണ്. അതല്ല, ഇനി നമ്മളെ ആളുകളുടെ പേര് അല്ലെങ്കിൽ നമ്മളെ പോപ്പുലേഷൻ, ഇതൊക്കെ എന്തിന് പെടുന്നതാണ്? ഒബ്ജക്റ്റിൽ വരുന്നതാണ്. ഓക്കെ. പക്ഷെ സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ്, ഇപ്പൊ ഞാൻ പറയാണ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായി? അവിടെ എങ്ങനെ ഒരു സെറ്റ് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്തായിരിക്കണം? ഇപ്പൊ ഞാൻ പറയാണ് എക്സാമ്പിൾ ആയിട്ട് എന്താ ബ്യൂട്ടിഫുൾ ഗേൾസിന്റെ ഒരു സെറ്റ് വേണം എന്നുള്ളത് പറയാണ്. അതെന്താണ്? അതൊരു സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ അത് നമുക്കൊരു കളക്ഷൻ ആയിട്ട് പറയാം. പക്ഷെ അവിടെ എന്തില്ല, സെറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അവിടെ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ബ്യൂട്ടിഫുൾ ഗേൾസിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഗേൾസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ഗേൾസ് അല്ലെങ്കിൽ ഇന്റലിജന്റ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തില്ല, ആ ഇന്റലിജന്റ് എന്ന വാക്കിനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്താ, ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്റലിജന്റ് ആയിരിക്കില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്റലിജന്റ് അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി ആയിരിക്കില്ല നിങ്ങളുടെ ബ്യൂട്ടി അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, എന്താണ് ആ ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, സെറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10. എന്താണ്? 10ന് താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷനെ നമുക്ക് എന്തായിട്ട് പറയാം, സെറ്റ് എന്ന് പറയാം. കാരണം എന്താണ്? അവിടെ തന്നിട്ടുണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10, 10ന് താഴെ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അതെന്താണ്? ഒരു സെറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി അതല്ല, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാലും അവിടെ എന്താണത്, ഒരു സെറ്റ് തന്നെയാണ് അത്. കാരണം നാച്ചുറൽ നമ്പേഴ്സ് നമുക്കറിയാം. ഞാൻ നാച്ചുറൽ നമ്പേഴ്സ് എഴുതാന്നുണ്ടെങ്കിലും നിങ്ങൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതാന്നുണ്ടെങ്കിലും അവിടെ എന്തായിരിക്കും, ഒരേ ആൻസർ ആണല്ലേ വരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം അത് സെറ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം ആലോചിക്കാൻ മതി, വെൽ ഡിഫൈൻഡ് ആണോ. അപ്പൊ ഞാൻ എഴുതുന്ന ആൻസറും നിങ്ങൾ എഴുതുന്ന ആൻസറും, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റും സെയിം ആണോ എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഒരു ഇന്റലിജന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റലിജന്റ് സ്റ്റുഡൻസും, അപ്പൊ പറയാണ് ഇന്ന കോളേജിലെ ഒരു ബികോം സ്റ്റുഡൻസിലെ ഇന്റലിജന്റ് സ്റ്റുഡൻസിനെ നമുക്ക് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറയാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഇപ്പൊ നമുക്ക് കോളേജിന്റെ നെയിം തന്നിട്ടുണ്ട്, ബികോം ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്, ഇന്റലിജന്റ് എന്ന്. പക്ഷെ അതൊക്കെ എന്താണ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റലിജന്റ് എന്താണ് ഉദ്ദേശിക്കണമെന്നില്ല. ഇപ്പൊ ബികോം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ 60 പേരുണ്ട്. ഈ 60 പേരിലും എന്തില്ല,
ഞാൻ എടുക്കുന്ന ഇന്റലിജന്റ് ഒന്നായിരിക്കും. ഞാൻ ചിലപ്പോൾ മാർക്കിന്റെ ബേസിസിലായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെയും കാര്യത്തിന്റെയും ബേസിസിലായിരിക്കും നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ എന്താണ് അത് വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് അതെന്തല്ല, സെറ്റ് അല്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത് കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിനെയാണ് പറയുന്നത്. അതായത് AEIOU ഇതിന്റെ കളക്ഷൻ എടുത്താൽ എനിക്ക് കിട്ടുന്ന വവൽസും നിങ്ങൾക്ക് കിട്ടുന്ന വവൽസും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് സെറ്റ് ആണെന്ന് പറയാം. ഇനി നോട്ട് സെറ്റിന്റെ എക്സാമ്പിൾ, സെറ്റ് അല്ലാത്തതിന്റെ എക്സാമ്പിൾസ് ആണ് കളക്ഷൻ ഓഫ് ബ്രൈറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. എന്താണ്, ഒരു ക്ലാസ്സിലെ ബ്രൈറ്റ് സ്റ്റുഡൻസ്. അപ്പൊ ഈ ബ്രൈറ്റ് എന്നുള്ളത് അവിടെ പറഞ്ഞില്ല. ഇപ്പൊ ബ്രൈറ്റ് എന്നല്ല പറയാം, ബ്രൈറ്റ് സ്റ്റുഡൻസ് വിച്ച് സ്കോർ 100 ഔട്ട് ഓഫ് 100 എന്ന് പറയാണ്. അതായത് ബ്രൈറ്റ് സ്റ്റുഡൻസ് നമ്മൾ അവിടെ പറയുന്നുണ്ട്, ഇന്നതാണ് ബ്രൈറ്റ് സ്റ്റുഡന്റിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയാന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അതല്ല, ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. കളക്ഷൻ ഓഫ് ബ്രൈറ്റ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിലെ ബ്രൈറ്റ്. അപ്പൊ എന്താവും, ഞാൻ മാർക്കിന്റേതായിരിക്കും, നിങ്ങൾ എന്തായിരിക്കും, അവർ ആക്ടിവിറ്റിന്റെ ബേസിസിലായിരിക്കും അല്ലെ, ഓരോരുത്തരും ഓരോ ഫീച്ചേഴ്സിന്റെ ബേസിസിലായിരിക്കും കളക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അതെന്തെല്ലാം, സെറ്റ് അല്ല. ഇനി കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ സ്റ്റുഡൻസ് ഇൻ എ കോളേജ്, എന്താണ് ഒരു കോളേജിലെ ബ്യൂട്ടിഫുൾ സ്റ്റുഡൻസ്, അതും എന്തല്ല, നോട്ട് എ സെറ്റ് അല്ലെ. ഞാൻ ചിലപ്പോ എന്തായിരിക്കും, അവരുടെ കളറിന്റെ ബേസിസ്, നിങ്ങൾ ചിലപ്പോൾ അവരുടെ ഹൈറ്റിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ എന്ത് ചെയ്യും, സ്വഭാവത്തിന്റെ ബേസിസിലേക്ക് നിങ്ങൾ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും, പലർക്കും പലതായിരിക്കും കളക്ഷൻ കിട്ടുന്നത്. അപ്പൊ അവിടെ എന്തില്ല, അതും ഒരു സെറ്റ് അല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ആണോ സെറ്റ് അല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ടെസ്റ്റിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്, കളക്ഷൻ ഓഫ് ആൾ സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ദ ഇയർ 2017 ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ഇൻ ഇഗ്നു. ഇഗ്നുവില് UG കോഴ്സിന് 2017 ചേർന്ന എല്ലാ സ്റ്റുഡൻസിന്റെ കളക്ഷൻ. ഇത് നമുക്ക് എന്ത് പറയാം, ഇതൊരു സെറ്റ് ആണ് അല്ലെ. കാരണം വെൽ ഡിഫൈൻഡ് ആണ്. എല്ലാ സ്റ്റുഡൻസിനെ 2017 വേണ്ടത്, ഇഗ്നു യൂണിവേഴ്സിറ്റി ആണ് വേണ്ടത്, അണ്ടർ ഗ്രാജുവേറ്റ് UG കോഴ്സ് ആണ് എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അവിടെ എങ്ങനെ സെറ്റ് ക്രിയേറ്റ് ചെയ്താലും നിങ്ങൾ അവിടെ സെറ്റ് ക്രിയേറ്റ് ചെയ്താലും എല്ലാവർക്കും സെയിം ആണ് കിട്ടുന്നത്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയുന്നത് കളക്ഷൻ ഓഫ് സം സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ദ ഇയർ 2017 ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇൻ ഇഗ്നു. എന്താണ്, 2017 ഇഗ്നുവില് UG കോഴ്സിന് ചേർന്ന കുറച്ച് സം സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്, അതിന്റെ കളക്ഷനാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഈ സം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 1000 പേരുണ്ടെങ്കിൽ 1000 ഞാൻ ചൂസ് ചെയ്യുന്നത് വേറെ ആയിരിക്കും, നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കുറച്ച് സ്റ്റുഡൻസ് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനായിരിക്കും, ഞാൻ ചിലപ്പോൾ എന്റെ ഫ്രണ്ട്സിനായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ക്ലാസ്സിലായിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്തില്ല, അതൊരു സെറ്റ് അല്ല. കാരണം എന്താണ്, അവിടെ ഇങ്ങനെ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെ. അല്ല, സം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ അത് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. അതുകൊണ്ട് ഫസ്റ്റ് കേസ് വെൽ ഡിഫൈൻഡ് ആയിരുന്നു, അതുകൊണ്ട് അത് സെറ്റ് ആണ്. രണ്ടാമത്തെ കേസിൽ അത് എന്തല്ല, സെറ്റ് അല്ല. ഓക്കെ, ഇനി സെറ്റിനെ നമുക്ക് എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നുള്ളത് പറഞ്ഞല്ലോ. അതില് അതിന്റെ സെറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോ സെറ്റ് എന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രേസ് ആണ് ഇത്. ഇങ്ങനല്ലേ ഒരു ബ്രേസ് ഉണ്ടല്ലോ, ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഈ ടൈപ്പ് ബ്രാക്കറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താലും അതെന്തായിരിക്കും, ഇത് നമ്മൾ പറയുന്നതാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെറ്റിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിന്റെ നൊട്ടേഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഈ ബ്രേസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ സെറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ക്ലാസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പൊ അതില് എന്താണ് അതിന്റെ ആൻസർ വരുന്നത്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് എന്ന് പറയുമ്പോൾ AEIOU ആണല്ലേ വരുന്നത്. അപ്പൊ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെറ്റ്, ഇതിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ, കളക്ഷൻ ഓഫ് വവൽസിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണം പറഞ്ഞിട്ടുണ്ട്, ബ്രേസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മളെ ബ്രാക്കറ്റ് വേണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് സെറ്റ് ആയോ, ഇല്ല. ഇനി എന്ത് ചെയ്യണം, എന്തൊരു സെറ്റ് എടുക്കാന്നുണ്ടെങ്കിലും അതിന് എപ്പോഴും ഒരു പേര് വേണം. അതായത് നമ്മൾ ABC എന്നുള്ളത്, അങ്ങനെ ആൽഫബറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കുന്നത് എന്നാണെങ്കിൽ A സെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് AEIOU എന്ന് പറയുന്നത്. ഇതും വേണം. പിന്നെ വരുന്നതാണ് ഓരോ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇത് AEIOU എന്നുള്ളതാണ്. ഇതാണ് ഓരോ എലമെന്റ്സും വരുന്നത്. അതിന് എന്ത് ചെയ്യണം,
കോമാസ് ഇട്ടും കൊണ്ട് എന്ത് ചെയ്യണം, വേർതിരിക്കണം. അതായത് അപ്പൊ എങ്ങനെ വരും, പേരെന്താണ്, ഞാൻ എന്റെ സെറ്റിന്റെ പേര് കൊടുക്കുന്നത് എ എന്നാണ്. എയോ ബി സി അങ്ങനെ സെറ്റ് വരെ നിങ്ങൾക്ക് കൊടുക്കാം, ഒരു വിഷയമല്ല കേട്ടോ. ഞാൻ കൊടുക്കുന്നത് എ ആണ്. അപ്പൊ എ ഈക്വൽ ടു സെറ്റ് എ കോമ ഇ ഐ ഒ യു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സെറ്റ് എ, എന്റെ സെറ്റിന്റെ പേര് എന്താണ്, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എ ഇ ഐ ഒ യു. കോമാ സെറ്റും കൊണ്ട് എന്ത് ചെയ്യണം, വേർതിരിക്കണം, ബ്രേസസ് വേണം, നെയിം വേണം. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏതാ, നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇപ്പോ ബി എന്ന് പറഞ്ഞിട്ടാണ്, സെറ്റ് ബി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബ്രേസ് ഇട്ട്, പിന്നെ എന്താണ് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പർ പറയുമ്പോൾ 1 2 3 4 5 അങ്ങനെ ഇത് വരെ പോകും, 9 വരെ പോകും അല്ലെ. അപ്പൊ അത്രയും. ഓക്കെ, ഇത് ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ എലമെന്റ്സ്, ഓരോ എലമെന്റ്സും വരുന്നത്, ഇതാണ് അതിന്റെ നെയിം വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ചില ലെറ്റേഴ്സ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. ചില ലെറ്റേഴ്സ് ഓൾറെഡി ഇന്നതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് സെറ്റ് എന്താന്നുള്ളത് മനസ്സിലായി. സെറ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ബ്രേസസ് വേണം, ഒരു ക്യാപിറ്റൽ ലെറ്ററിലുള്ള നെയിമിങ് ആൽഫബറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നെയിം ആയിട്ട് കൊടുക്കുന്നത്. ഓരോ എലമെന്റ്സിനെയും നമ്മൾ കോമാസ് ഇട്ടും കൊണ്ട് എന്ത് ചെയ്യണം, കോമാസ് ഇട്ടും കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യും വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെറ്റിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റ്സ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് എന്താണ്, എലമെന്റ്സ്. എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ സെറ്റ്, ഞാൻ ഇപ്പോ ആൽഫബറ്റ് ഇപ്പോ എന്താ സെറ്റ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് എ ഈക്വൽ ടു ഞാൻ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റ് ആണ്. ഓക്കെ, ഇതിൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്, 1 2 3 ആണ് അല്ലെ എലമെന്റ്സ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം, 3 എലമെന്റ്സ് ആണ്. എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി ഓർഡർ, രണ്ടാമത്തെ എന്താണ്, ഓർഡർ ആണ് അല്ലെ വരുന്നത്. ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളോട് പറഞ്ഞു 0ന്റെയും 4ന്റെയും ഇടയിലുള്ള ഒരു സെറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞാല് 1 2 3 ആണ് അല്ലെ അതിൽ വരുന്നത്. അപ്പൊ ഞാൻ എഴുതിയ സെറ്റ് ഇതാണ്. അപ്പോ നിങ്ങൾ എഴുതിയത് എങ്ങനെയാണെന്നറിയോ, സെറ്റ് 2 1 3. പിന്നെ വേറൊരാൾ എഴുതിയത് 3 1 2. ഓക്കെ, ഇതൊക്കെ എന്താണ്, സെയിം തന്നെയാണ് ആൻസർ വരുന്നത്. അതായത് 1 2 3 എന്നുള്ളത് ബേസിക് ആയിട്ട് ഈ 1ഉം 2ഉം 3ഉം എല്ലാ സെറ്റിലും ഉണ്ടായാൽ മതി. അതിന്റെ ഓർഡർ ഇപ്പൊ ഫസ്റ്റ് 1 തന്നെ വരണം അല്ലെങ്കിൽ ഫസ്റ്റ് 2 തന്നെ വരണം എന്നുള്ളതൊന്നുമില്ല. അപ്പൊ അതിന്റെ ഓർഡറിന് അവിടെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് നോട്ട് റിപ്പീറ്റഡ്. അതായത് ഇപ്പോ ഞാൻ എഴുതാണ് 1 2 3 3 4 എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇതെന്താണ്, ഇതൊരു സെറ്റ് അല്ല. കാരണം എന്താണ്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാം, നമ്പർ എന്നല്ല ഏതാണ് എലമെന്റ് എന്നുണ്ടെങ്കിൽ എലമെന്റ്സ് എന്താവാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ 3 നമ്മൾ അവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് 2 3 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ 3 അവിടെ തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ആവശ്യം ഇല്ല. അപ്പൊ 1 2 3 4 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഏത് നമ്പർ അല്ലെങ്കിൽ ഏത് എലമെന്റും എത്ര പ്രാവശ്യം വന്നാലും നമ്മൾ ഒരു തവണ ഉള്ളൂ, നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് വരുന്നത്. പിന്നെ എന്താണ്, മെൻഷനിങ് ഈച്ച് എലമെന്റ്സ് ഡിസ്റ്റിങ്ക്ലി വിത്തിൻ ബ്രേസ്. എന്താണ്, ഓരോ എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ബ്രേസസിന്റെ ഉള്ളിൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, കാർഡിനാലിറ്റി ഓഫ് സെറ്റ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ പേരിലുള്ള കുറച്ച് ഭീകരത കേട്ടോ, സിമ്പിൾ ആണ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്പർ ആയിട്ട് ഞാൻ പറയുന്നത് P 1 2 3 ഇതല്ല എക്സാമ്പിൾ 1 2 3 എന്ന് പറയാൻ. ഓക്കെ, കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിന്റെ സെറ്റിന്റെ പേര് എ ആണ്. ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാല്, കാർഡിനാലിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ 2 വരേണ്ടാണ് എ, ഇതാണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, ഇതിന്റെ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എ എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 ആണ് അല്ലെ. അപ്പൊ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 3 ആണ്, നമ്പറിനെയാണ് പറയുന്നത്. ഇനി ഇതിന് പകരം ഇവിടെ 4ഉം 5ഉം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 10 വരെ പോയിട്ടുണ്ട് നമ്പേഴ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്, കാർഡിനാലിറ്റി 10 ആണ് വരുന്നത്. ഇനി നമ്പേഴ്സിന്റെ നമ്പർ നോക്കിയിട്ടല്ല കേട്ടോ. ഇനിയിപ്പോ ഞാന് സെറ്റ് എ ഈക്വൽ ടു വോവൽസ് എടുക്കുകയാണ്, എ ഇ ഐ ഒ യു. ഓക്കെ, ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്,
1 2 3 4 5 അല്ലെ. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ 5 ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ എലമെന്റ്സ് എഴുതുമ്പോൾ എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. സെറ്റിന്റെ പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലും എലമെന്റ്സ് എഴുതുമ്പോൾ എന്തായിരിക്കണം, ഇപ്പൊ ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റേഴ്സും ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇതിൽ വരുന്നത് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ് പറയുന്നത്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിന് എന്തില്ല, സെറ്റിന്റെ ഉള്ളിലെ എലമെന്റ്സിന് ഒരു എന്താണ് എൻഡ് ഇല്ല. ഇപ്പൊ ഞാൻ പറയാണ് എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഒരു സെറ്റ്, നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്. കാരണം എന്താണ്, ഞാൻ സെറ്റ് എഴുതാൻ കേട്ടോ, നാച്ചുറൽ നമ്പേഴ്സിന്റെ കേട്ടോ വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. അപ്പൊ എന്താണ് 1 2 3 4 5 അങ്ങനെ എത്ര 10 നിൽക്കുക അല്ലെങ്കിൽ 100 നിൽക്കുക, അതിനൊരു എൻഡ് ഇല്ല അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ കൗണ്ടബിൾ നമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതിനൊരു അവസാനമല്ല. അത് 1 lakh 1 crore അങ്ങനെ അങ്ങനെ പോകൂല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, അതിനെ ഇങ്ങനെ നമുക്ക് ഒരു ഡോട്ടുകൾ ഇട്ടിട്ട് നമ്മൾ എക്സെട്ര എന്നുള്ള രീതിയിൽ എഴുതില്ല, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഒരു ബ്രേസ് ഇട്ട് ക്ലോസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇതിനെ നമ്മൾ പറയുന്നതാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാണ് എന്താണ്, സെറ്റ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലെ ആൽഫബറ്റ് ലെറ്റേഴ്സിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. അപ്പൊ എന്താണ്, നമുക്ക് എന്താണ് ABCD അങ്ങനെ Z വരെ പോകൂലേ. അവിടെ നിന്നും അവിടെ 28 അല്ലെങ്കിൽ എന്തൊരു കാര്യം ഇപ്പോ 100 നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു എൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓക്കെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ആൽഫബറ്റ് ലെറ്റേഴ്സ് നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ അതിനൊരു എൻഡ് ഉണ്ട് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന് ഇപ്പൊ ഞാൻ പറയണം, നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 എന്ന് പറയാന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ് പറയുന്നത്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കില്ല, ഒരു എൻഡ് ഉണ്ടായിരിക്കില്ല. അതിനെ നമുക്ക് എന്ത് പറയാം, അപ്പോ സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫൈനൈറ്റ് സെറ്റ്. അപ്പൊ ഇതിലെ എല്ലാ കാര്യങ്ങളും അറിയില്ലേ. എന്താണ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ കളക്ഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറയുമ്പോൾ ഓർഡറിന് എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം 1 2 3 3 2 1 അങ്ങനെ എങ്ങനെ എഴുതിയാലും എന്താണ് സെയിം ഒരേപോലെയല്ല എന്താണ് ഇമ്പോർട്ടൻസ് തന്നെ ഉള്ളൂ വരുന്നത്. പിന്നെ എന്താണ് നോട്ട് റിപ്പീറ്റഡ്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് ഓരോ എലമെന്റ്സിനെയും കോമാസ് ഇട്ടും കൊണ്ടും ബ്രേസസിന്റെ ഉള്ളിലും ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റിന്റെ എലമെന്റ്സിന്റെ നമ്പർ ആണ് ചോദിക്കുന്നത്. ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കില്ല, എലമെന്റ്സിന് ഒരു എൻഡ് ഉണ്ടായിരിക്കില്ല. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു എൻഡ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തിൽ വരുന്നത്, കൺസെപ്റ്റ്സ് ഓഫ് സെറ്റിൽ വരുന്നത്. ഇനി ഞാൻ പറഞ്ഞു ചില ആൽഫബറ്റ് ഓൾറെഡി എന്താണ്, അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഓക്കെ, ഓൾറെഡി ആ ഒരു നൊട്ടേഷൻ എന്തുണ്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാല്. ഇതാ ക്യാപിറ്റൽ ലെറ്റർ N ആണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ N എന്നുള്ള പേര് കൊടുത്താൽ അവിടെ എന്താണ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെയാണ് അവിടെ പറയുന്നത്. അപ്പോ മാക്സിമം ഈ തരുന്ന ഈ ഒരു നൊട്ടേഷൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ്. പക്ഷെ പ്രോബ്ലത്തില് നമ്മൾ എഴുതുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ പ്രോബ്ലത്തിൽ ഇപ്പൊ തരികയാണ് സെറ്റ് N എന്ന് പറഞ്ഞാല് എന്തായിരിക്കും, നമ്മൾ ഓർമ്മ വേണം സെറ്റ് N എന്ന് പറഞ്ഞാല് എന്താണ്, നാച്ചുറൽ നമ്പറിനെയാണ് എന്നുള്ളത്. അപ്പൊ W എന്നല്ല, ക്യാപിറ്റൽ ലെറ്റർ W എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഹോൾ നമ്പേഴ്സ് ആണ്. അതായത് 0 മുതൽ 1 2 3 അങ്ങനെ പോകും. ഇനി ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, Z ആയിട്ടാണ് എന്താ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. റേഷണൽ നമ്പേഴ്സിന് Q ആണ്, റിയൽ നമ്പേഴ്സിന് R ആണ്, കോംപ്ലക്സ് നമ്പേഴ്സിന് C ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക A B അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ആൽഫബറ്റ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ എന്താണ് നൊട്ടേഷൻസ് ഒക്കെ ഒന്ന്, നൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, അതിനെ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിനെ നമ്മൾ പറയില്ലേ സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെറ്റിനെ റെപ്രസെന്റേഷൻ നോക്കാം. സെറ്റിനെ നമുക്ക് 2 രീതിയിലാണ് ക്ലാസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടാബുലർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം. രണ്ടാമത് പറയുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ പ്രോപ്പർട്ടി മെത്തേഡ് എന്നുള്ളത്. ടാബുലർ ഫോം എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ ദിസ് മെത്തേഡ് ആൾ എലമെന്റ്സ് ആർ ലിസ്റ്റഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസ്ഡ് വിത്ത് ബ്രേസസ്. എന്താണ് നമ്മളിപ്പോ നേരത്തെ എക്സാമ്പിൾസ് ആയിട്ടൊക്കെ പറഞ്ഞത് എന്താണ്, ഒരു
ടാബുലർ ഫോമിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതായത് ഇപ്പൊ പി ഈക്വൽ ടു AEIOU എന്ന് പറഞ്ഞു കൊടുത്താൽ അതെന്താ, അതൊരു ടാബുലർ മെത്തേഡാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും, സെപ്പറേറ്റഡ് ബൈ കോമാസ് ആയിരിക്കും. എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോമാസ് വെച്ചുകൊണ്ട്, ബ്രേസസ് എൻക്ലോസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത്. ഇത്രയാണ് എന്തിൽ വരുന്നത്, ടാബുലർ ഫോമിൽ പറഞ്ഞത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും പറഞ്ഞത്. അപ്പൊ ഇൻ ദിസ് കേസ് ഓൾ ദ എലമെന്റ്സ് പൊസസ് എ കോമൺ പ്രോപ്പർട്ടി. എന്താണ് കോമൺ പ്രോപ്പർട്ടി അവിടെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ്, ഈ രണ്ട് കുത്തുണ്ടല്ലോ അതിന് പറയുന്നതാണ് സച്ച് ദാറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എന്താണ്, എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിനെ, എക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, 10 താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആയിരിക്കും എന്ത് വരുന്നത്, എക്സിന്റെ വാല്യൂ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ ടാബുലർ ഫോമിൽ നമ്മൾ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം, എ ഈക്വൽ ടു എന്താണ്, എക്സിന്റെ വാല്യൂസ് എന്തായിരിക്കും, ലെസ് ദാൻ 10 ആണ് അല്ലെ. അപ്പൊ 1 2 3 അങ്ങനെ ഏത് വരെ പോകും, 9 വരെ പോകും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, വി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ്, ഇതിനും സച്ച് ദാറ്റ് എന്നാണ് പറയുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 10. പ്രൈം നമ്പർ 10 താഴെയുള്ള പ്രൈം നമ്പേഴ്സ്, അതായത് 1 3 5 7 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കാണിച്ചാലും എന്താണ്, ഇതേ ഫോമിലേക്കും അല്ലെങ്കിൽ ഇത് നമുക്ക് ഈ ഫോമിലോട്ട് നമുക്ക് എഴുതാൻ അറിയണം. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് വരുന്നത്, ഒന്ന് ടാബുലാറും പിന്നെ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ല. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത് അല്ലെ. എന്താണോ എലമെന്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യണം ആ ഒരു കളക്ഷനിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് അല്ലെ, അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് ഇവിടെ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ദ കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ എം. എന്താണ്, ഒരു വർഷത്തിലെ എല്ലാ മാസത്തിലും നോക്കുകയാണെങ്കിൽ അതില് ഫസ്റ്റ് ലെറ്റർ എം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് കളക്ഷനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താണ്, 12 മാസത്തിൽ എം വെച്ചിട്ട്, എം പറഞ്ഞ ലെറ്റർ വെച്ചുകൊണ്ട് ഏതാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് അതിനൊരു നെയിം കൊടുക്കണം അല്ലെ. എ എന്ന് പറഞ്ഞൊരു നെയിം കൊടുത്തു. എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിൽ അല്ലെ ഫെബ്രുവരി മാർച്ചിലുണ്ട് അല്ലെ, അത് നമ്മൾ എഴുതാണ് മാർച്ച്. പിന്നെ ഏപ്രിൽ, മെയ് ഉണ്ട്, ഒക്ടോബർ നവംബർ ഡിസംബർ, മാർച്ചും മെയ്യും മാത്രമേ അല്ലെ. അപ്പൊ എന്താണ്, ഇതാണ് ഫസ്റ്റത്തെ എന്ത് പറയുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ഓൾ ദ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ എം വെച്ചിട്ട് അല്ലെ, മാർച്ചും മെയ്യും. അപ്പൊ രണ്ട് എലമെന്റ് ആണ്. അപ്പൊ കാർഡിനാലിറ്റി എത്രയാണ്, 2 ആണ് വരുന്നത്. എലമെന്റ്സ് ഏതൊക്കെ വരുന്നത്, മാർച്ചും മെയ്യും ആണ് വരുന്നത്. നമ്മൾ കോമാസ് ഇട്ടിട്ട് വേറെ ഇതാക്കി. സെറ്റിന്റെ പേരെന്താണ്, എ ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദ ലെറ്റർ ജി. എന്താണ്, ജി വെച്ച, അതായത് സെഡ് ഉണ്ടല്ലോ, സെഡ് വെച്ചിട്ടില്ല മന്ത്സിന്റെ കളക്ഷൻ ആണ് പറയുന്നത്. സെഡ് വെച്ചിട്ടില്ല കളക്ഷൻ ഏതെങ്കിലും ഉണ്ടോ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ഇതൊരു സെറ്റ് ആണോ ചോദിച്ചാൽ അതൊരു സെറ്റ് ആണ്. കാരണം എന്താണ്, നമ്മൾ പേര് കൊടുക്കാണ് എ എന്ന് തന്നെ, അല്ലെങ്കിൽ എ എന്ന് കൊടുത്ത് എന്താണ്, സെഡ് വെച്ചിട്ടില്ല മന്ത് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, എലമെന്റ് ഇല്ലാതെ നമുക്ക് എന്ത് പറയാം, അതൊരു സെറ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അതാണ് എം ടി സെറ്റ്. അത് നമുക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം,
അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതും എന്താണ്, ഒരു സെറ്റാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് ലിവിംഗ് റൈറ്റേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ റൈറ്റേഴ്സിൽ മോസ്റ്റ് ടാലന്റ് ആയ 10 പേരെയാണ് കളക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ലോകത്തിലെ റൈറ്റേഴ്സ്, മോസ്റ്റ് ടാലന്റഡ് ലിവിംഗ് റൈറ്റേഴ്സിനാണ്, മോസ്റ്റ് ടാലന്റ് ആയിട്ടുള്ള ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള റൈറ്റേഴ്സിന്റെ ഒരു കളക്ഷൻ 10 പേരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പേര് നമുക്ക് ബി എന്ന് കൊടുക്കാം അല്ലെ. അപ്പോ ഇതൊരു സെറ്റാണോ? ഇതൊരു സെറ്റല്ല. 10 എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വേൾഡിലാണ് ടാലന്റഡ് ആയിരിക്കുന്നത്. പക്ഷെ ഈ ടാലന്റ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നില്ല നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ടാലന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പറയാണ് മിനിമം ഇത്ര ബുക്സ് എങ്കിലും എഴുതിയിരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക്. പക്ഷെ ഇവിടെ അത് എന്തല്ല, ആ ടാലന്റ് പറഞ്ഞ അതിന്റെ ക്രൈറ്റീരിയ എന്താന്നുള്ളത് പറഞ്ഞിട്ടില്ല. പറയുമ്പോ 10 പറഞ്ഞിട്ടുണ്ട്, ലിവിങ് റൈറ്റേഴ്സ് ആണ്, വേൾഡിലാണ്, ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എന്താ പറ്റില്ല, ഇതൊരു സെറ്റ് ആണെന്നില്ല പറയാൻ പറ്റില്ല അല്ലെ. ടാലന്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു സെറ്റ് അല്ല, അത് വെൽ ഡിഫൈൻഡ് ചെയ്തിട്ട് ഇല്ല. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എ ടീം ഓഫ് 11 മോസ്റ്റ് റിനോവ്ഡ് ഫുട്ബോൾ പ്ലെയേഴ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ എന്താണ് 11 അറിയപ്പെടുന്ന ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഒരു ടീമാണ് നമ്മളോട് കളക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് എന്താണ്, ഇതൊരു സെറ്റ് ആണോ? അല്ല അല്ലെ. കാരണം എന്താണ്, അവിടെ എങ്ങനെ ആ ഫേമസ് അല്ലെങ്കിൽ റിനോവ്ഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നില്ല നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെന്താണ്, നോട്ട് വെൽ ഡിഫൈൻഡ് ആണെന്നില്ല നമുക്ക്. അപ്പൊ എന്താണ്, അതും ഒരു സെറ്റ് അല്ല. ഓക്കെ, ഇനി നമുക്കൊരു ഒരു പ്രോബ്ലം ടാബുലർ ഫോമിൽ ഒരു സെറ്റ് തരികയാണേ. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. 1 2 2 3. ഓക്കെ, ഇതൊരു സെറ്റ് ആണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതൊരു സെറ്റ് ആണോ? ആണോ? അല്ല. ഇതെന്തല്ല, ഇത് സെറ്റ് അല്ല. കാരണം എന്താണ്, ഒരു എലമെന്റ് ഒരു പ്രാവശ്യമുള്ളൂ വരണം. ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്റ്റ് ആണ് പറഞ്ഞത്, ഒറ്റ തവണയുള്ളൂ വരാൻ പറ്റും. അപ്പം ഇതെന്താണ്, 2 എന്ന് പറഞ്ഞത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നമുക്ക് എന്തായിട്ട് കണക്കാൻ പറ്റില്ല, ഇത് സെറ്റ് അല്ല. ആ നേരെ നമ്മൾ ഇങ്ങനെ എഴുതാണ് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാന്നുണ്ടെങ്കിൽ എന്താണ്, ഇതൊരു സെറ്റ് ആണ്. പക്ഷെ എലമെന്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താ, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തല്ല, ഒരു സെറ്റ് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് 1 2 2 3. ഇത് സെറ്റിന്റെ ബ്രേസ് തന്നെയാണ് കേട്ടോ. ആദ്യം 1 2 2 3 3. ഓക്കെ, ഇതൊരു സെറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതൊരു സെറ്റ് ആണ്. ഓക്കെ, ഇതില് ഇതിപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതെന്താ, സബ്സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഇതും ഒരു എന്താണ്, സെറ്റ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത്. സെറ്റ് എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. അതിന്റെ ടാബുലാർ ഫോമും അതേപോലെ തന്നെ എന്താണ് റോസ്റ്റർ ഫോമും നമുക്ക് മനസ്സിലാവണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സെറ്റിന്റെയും എന്താണ് ബാക്കി ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.